2026 തുടക്കത്തിലാണ് നമ്മളിപ്പോൾ. സുവിശേഷത്തിൻ്റെ വെളിപാടുകളാണ് നമ്മെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത്. ആ വെളിപാടുകളാണ് വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയെ കൊണ്ടുവരുന്നത്, നമ്മുടെ ജീവിതത്തിൽ നന്മകളെ കൊണ്ടുവരുന്നത്, അനുഗ്രഹങ്ങളെ കൊണ്ടുവരുന്നത് സുവിശേഷത്തിൻ്റെ വെളിപ്പാടാണ്. പഴയ നിയമത്തിൽ ഏശയ്യാ പ്രവചനത്തിൽ 22-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ ഒരു വാക്യം കേൾക്കുന്നുണ്ട്. ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ ഞാൻ അവൻ്റെ തോളിൽ വെച്ച് കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. പഴയ നിയമത്തിൽ ഒരു താക്കോൽ നമ്മുടെ തോളിൽ വെച്ചിരിക്കുകയാണ്. നമ്മളതെടുത്ത് തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്യാം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. നമ്മൾ മുട്ടണം, മുട്ടിയാൽ തുറന്നു തരും. എന്നാൽ ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, 1 കൊരിന്ത്യർ 16:9, ഫലപ്രദമായ പ്രവർത്തനത്തിനുള്ള ഒരു വാതിൽ എനിക്ക് തുറന്ന് കിട്ടിയിട്ടുണ്ട്. ലേഖനങ്ങളും കഴിഞ്ഞ് വെളിപാടിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു, ഇതാ നിനക്ക് മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. ഈ വചനങ്ങൾ ചേർത്ത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, പഴയ നിയമത്തിൽ ഏശയ്യാ പ്രവചനത്തിൽ നമ്മൾ കണ്ടത് താക്കോല് നമ്മുടെ കൈവശം തന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ തുറക്കണം. നമുക്ക് തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്യാം. എന്നാൽ സുവിശേഷത്തിലേക്ക് വന്നപ്പോൾ കണ്ടോ, മുട്ടുക എന്നുള്ള ഒരു ചുമതലയാണ് നമുക്കുള്ളത്. നമുക്ക് തുറന്നു തരുന്നത് നമ്മുടെ ദൈവമാണ്. ദൈവം തുറന്നു തരും. നമ്മൾ മുട്ടുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. എന്നാൽ അതും കടന്ന് പൗലോസ് തനിക്ക് ലഭിച്ച ദൈവിക വെളിപ്പാടിൽ പറയുകയാണ്, ഫലപ്രദമായ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു വാതിൽ ദൈവം എനിക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുന്നു. അവിടെ ഒരു വാതിൽ തുറക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞാൻ അതിലൂടെ പ്രവേശിക്കുക മാത്രം ചെയ്താൽ മതി. വെളിപാടിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, ആർക്കും ഇനി അത് അടയ്ക്കാൻ കഴിയാത്ത വിധം എന്നേക്കുമായിട്ട് തുറന്നു വയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു വാതിൽ നമ്മുടെ മുമ്പിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇതാണ്, വെളിപ്പാടുകൾ അതിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് കടന്നു വരികയാണ്. പഴയ നിയമത്തിൽ നമ്മുടെ മാത്രം ഉത്തരവാദിത്വം നമ്മൾ തുറക്കണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മുട്ടണം, ദൈവം തുറന്നു തരും. ലേഖനങ്ങളിലേക്ക് വന്നപ്പോൾ അത് തുറന്നിട്ടിട്ടുണ്ട്. വെളിപാടിൻ്റെ പുസ്തകത്തിലേക്ക് വന്നപ്പോൾ ആർക്കും ഇനി അത് അടയ്ക്കാൻ കഴിയാത്ത വിധം ഒരു വാതിൽ തുറന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങളോടായിട്ടുള്ള കർത്താവിൻ്റെ ഒരു ദൂത് പറയട്ടെ, ഇനി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ എന്നുള്ള യാചനയ്ക്ക് പോലും പ്രസക്തിയില്ല. തരണേ തരണേ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. മറിച്ച് ദൈവം നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്ന നന്മകൾ അത് സ്വീകരിക്കുക മാത്രം ചെയ്യുക, അത് വിശ്വാസത്താൽ അത് ഏറ്റെടുക്കുക മാത്രം ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ദൈവം പുതിയ വാതിലുകളെ, പുതിയ സാധ്യതകളെ ദൈവം തുറന്നിട്ടിരിക്കുന്നു. എഫെസോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, സ്വർഗീയമായ എല്ലാ ആത്മീക അനുഗ്രഹത്താലും യേശുക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. സ്വർഗീയമായ എല്ലാ നന്മകളാലും സകല ആത്മീക അനുഗ്രഹത്താലും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഓൾറെഡി വി ആർ ബ്ലെസ്സഡ് പീപ്പിൾ. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞവരാണ്. ഈ സത്യം നമ്മൾ ഹൃദയത്തിൽ അങ്ങോട്ട് ഏറ്റെടുക്കുക. ദൈവം എന്നെ അനുഗ്രഹിച്ച് കഴിഞ്ഞിരിക്കുന്ന സകല നന്മകളാലും യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ സ്വർഗത്തിൻ്റെ നിലവാരത്തിലുള്ള സകല നന്മകളാലും ക്രിസ്തുവിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിനി സമയത്തിൻ്റെ പൂർണ്ണതയിൽ, കാലത്തിൻ്റെ തകവിൽ നമ്മുടെ ജീവിതത്തിൽ അത് വെളിപ്പെടുക മാത്രം ചെയ്താൽ മതി. അത് വെളിപ്പെടുവാൻ ഒരു കാര്യം ചെയ്യുക, ദൈവവചനത്തിൻ്റെ വെളിപ്പാട് ഹൃദയത്തിൽ സ്വീകരിക്കുക.
2, ആ വെളിപാട് നിങ്ങൾ ഏറ്റുപറയുക. നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ വിശ്വസിച്ചിട്ട് അത് ഏറ്റുപറയുക. ദൈവം എനിക്ക് വേണ്ടി സകല നന്മകളും ഒരുക്കിയിരിക്കുന്നു. ദൈവം എനിക്ക് വേണ്ടി പുതിയ വാതിലുകളെ തുറന്നിട്ടിരിക്കുന്നു. ഈ വർഷം എനിക്കൊരു അനുഗ്രഹത്തിൻ്റെ വർഷമാണ്. എൻ്റെ ഉയർച്ചയുടെ, എൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വർഷമാണ്. ഹല്ലേലൂയ. ഇത് നിങ്ങൾ വിശ്വസിച്ച് ആവർത്തിച്ച് ഏറ്റുപറയുക. നിങ്ങൾ പുതിയ വഴികൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ കാണും. ജീവിതത്തിൻ്റെ അടുത്ത ഒരു ലെവലിലേക്ക്, അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങൾ കയറി കഴിഞ്ഞിരിക്കുന്നു. എല്ലാ മഹത്വവും കർത്താവിന് കൊടുക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.